കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരടക്കം BJPയുടെ പല നേതാക്കൾക്കും കുട്ടികൾ എത്രയെന്ന ചോദ്യം കൂടി ചോദിച്ചാൽ ശരാശരി സംഘപരിവാർ പ്രവർത്തകന് ഒച്ച നഷ്ടപ്പെടും. അത്രയ്ക്ക് വിരോധാഭാസമാണ് ഇത്തരം വാദങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് ഒരു വിഭാഗത്തിൻ്റെ ഏകീകരണമുണ്ടാക്കി മുതലെടുപ്പ് നടത്തുകയാണ് സംഘപരിവാറിന് ഇതിലുള്ള ലക്ഷ്യം. രാജ്യത്തെ ജീവൽ പ്രശ്നങ്ങളെപ്പറ്റി ഉയരുന്ന ചോദ്യങ്ങളെ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിടുന്നതും പതിവായി വരുന്നുണ്ട്. 1920കളിലെയും 1930കളിലെയും ജർമ്മനിയിലെ സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം പെറ്റുപെരുകുന്ന ജൂതന്മാരായിരുന്നു എന്ന നുണയാണ് നാസികൾ പ്രചരിപ്പിച്ചത്. ജർമ്മനിയിൽ അത് നല്ലവണ്ണം വിറ്റുപോവുകയും ചെയ്തിരുന്നല്ലോ. പന്നികളെ പോലെ പെറ്റുകൂട്ടുന്ന മുസ്ലിം സ്ത്രീകളെന്നും പൈപ്പ് വെള്ളത്തിൽ വന്ധ്യംകരണ മരുന്ന് കലക്കി വിടണമെന്നുമൊക്കെ പരസ്യമായി പറയുന്ന ആളുകളെ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ തന്നെ വേണ്ടുവോളം കാണാൻ കിട്ടുന്നുണ്ട്. ആകാശവാണി മുൻ ജീവനക്കാരി KR ഇന്ദിരയുടെ ഒരു ഫേസ്ബുക്ക് കമൻറ്റ് ഓർക്കുന്നുണ്ടോ? താത്തമാർ പന്നി വെറും പോലെ പെറ്റുകൂട്ടുക തന്നെ ചെയ്യും. എങ്ങനെയെങ്കിലും പെരുത്ത് ലോകം പിടിച്ചെടുക്കേണ്ടതാണല്ലോ. പൈപ്പ് വെള്ളത്തിൽ ഗർഭനിരോധന മരുന്ന് കലക്കി വിടുകയോ മറ്റോ വേണ്ടിവരും നിങ്ങളിൽ നിന്ന് ഈ ഭൂമി രക്ഷപ്പെടാൻ എന്നായിരുന്നു അവരെഴുതിയത്. അതിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. പരാതി കൊടുത്ത വിപിൻദാസ് MR എന്ന പൊതുപ്രവർത്തകനെ തീവ്രവാദ ബന്ധം ചികഞ്ഞ് പോലീസ് സംഘം നിരന്തരം ശല്യപ്പെടുത്തിയതൊഴിച്ചാൽ കേസിൽ വേറെ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ആ കേസ് അടച്ചുപൂട്ടി വെക്കുകയും ചെയ്തു. ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഈ നാസി മോഡൽ നുണ എവിടെ വരെ എത്തിക്കാണും, എങ്ങനെയൊക്കെ ആയിക്കാണും എന്നാലോചിച്ച് നോക്കിയാൽ മതി.